കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമയുടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഞ്ജന തന്റെ ബാക്കി കഥ ഇങ്ങനെ ഉണ്ണിമോളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അഞ്ജന പറഞ്ഞു, വേണുവേട്ടൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഉണ്ണി ആ കാര്യങ്ങൾ പറയുന്നത്. വേണുവിന്റെ അനിയന് ഉണ്ണി പറയണേ, അതെ എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനാ താല്പര്യം. വേറെ ആരുടെയും കീഴിൽ പോയി ജോലി ചെയ്യുന്നതിനോട് താല്പര്യമില്ല. അല്ല, അതിന് എത്ര രൂപ വേണമെന്ന് വേണു ചോദിക്കുകയാണ്. 20 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരുമെന്ന് പറയാം. ഇത് കേട്ടതും വേണു പറഞ്ഞു, ഇത്രയും പൈസ എവിടെ നിന്ന് ഉണ്ടാക്കാനാന്ന് ചോദിക്കാം. അത് പിന്നെ ഏറ്റവും വിചാരിച്ചാൽ സാധിക്കും. ഈ വീടിന്റെ ആധാരം കൊണ്ട് പണയപ്പെടുത്തുവാണെങ്കിൽ അത്രയും പൈസ കിട്ടത്തില്ലേ. എടാ ഉണ്ണി, നീ എന്തൊക്കെ വർത്താനേ പറയണേ. എന്റെ മോൻ അപ്പുവിന്റെ അവസ്ഥ നിനക്കറിയാലോ. അവനൊരു പക്ഷെങ്കില് 10-60 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇപ്പൊ അവൻ എഴുന്നേറ്റ് നടക്കാനായിട്ട് പറ്റും. പക്ഷെ ഈ വീട് സ്ഥലവും പണയം വെക്കാൻ പോലും ഞാൻ ഇതിരിട്ടും തുനിഞ്ഞിട്ടില്ല. ഒരു പക്ഷെ നാളെ എല്ലാവരും കൂടെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. എന്റെ വയ്യാത്ത മോനെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാ ഇറങ്ങണ്ടേ? അതുകൊണ്ടാ ഞാൻ ചെയ്യാത്തെ. അവനെ ചികിത്സിച്ച് ഭേദമായിട്ടില്ലെങ്കിൽ എന്താവുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് മാത്രം വേറൊരു നിവൃത്തിയില്ല. ഇത് കേട്ട ഉണ്ണി പറഞ്ഞു, ഞാൻ പറഞ്ഞെന്നുള്ളേട്ടാ, എന്റെ മനസ്സിലൊരു ആഗ്രഹം പറഞ്ഞെന്നുള്ളൂ എന്ന് പറയാം. എന്നാ ശരി, നമുക്ക് പാന്ന് പറഞ്ഞ അങ്ങോട്ട് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് അടുത്ത വീട്ടിലെ ആ ചേച്ചിയും അവരുടെ അനിയനും കൂടെ വരുന്നത്. അല്ല, എന്താ രണ്ടുപേരും കൂടെ എന്ന് രാധാമണിയുടെ അഞ്ജന ചോദിക്കുകയാണ്. അത് പിന്നെ ഞങ്ങൾ ഗുരുവായൂർ വരെ പോവാന്ന് പറയണം. ഗുരുവായൂർക്ക? അതെ. അല്ല, ഇന്ന് പ്രത്യേകിച്ച് കുറച്ച് നാളായി ആഗ്രഹിക്കുന്നു ഗുരുവായൂർക്ക് പോയി തൊഴുത് പ്രാർത്ഥിക്കണമെന്ന്. അതിനു വേണ്ടി പോകുവാന്ന് പറയണം. ആഹാ, കൊള്ളാലോ. എന്നാ ശരി, പോയിട്ട് വാ. അല്ല, ഈ കള്ളന്മാരൊക്കെ ഉള്ള സമയമല്ലേ, വീട്ടിൽ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം. ആരുമില്ല, ഞങ്ങൾ രണ്ടും അങ്ങോട്ടേക്ക് പോവാന്ന് പറയാം. ചേട്ടൻ അവിടെ ഇല്ലാന്ന് പറയാം. അശോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? കള്ളന്മാര് വല്ലതും കയറുമെന്ന് ചോദിക്കാം. അതിനുള്ള വഴികളൊക്കെ കണ്ടിട്ടാ ഞങ്ങൾ പോരുന്നേ. പിന്നെ ഒരു പെട്ടി അങ്ങോട്ട് കൊടുത്തു അഞ്ജനയുടെ കയ്യിലേക്ക്. ഇത് അഞ്ജന, നീ ഈ പെട്ടി ഒന്ന് പിടിച്ചേ. ഇതിനകത്ത് കുറച്ച് പണവും സ്വർണവും ഉണ്ട്. ഇതിവിടെ സൂക്ഷിച്ചു വെക്കണമെന്ന് പറയണം. പിന്നീട് അതങ്ങ് തുറന്നു കാണിക്കോ. ഒരു നിമിഷം ഉണ്ണിയുടെയും വേണുവിന്റെയും അഞ്ജനയുടെ ഒക്കെ കണ്ണു തള്ളിപ്പോയി. അത് നിറച്ച് സ്വർണവും പണമായിരുന്നു. എന്റെ ഭർത്താവിന്റെ കുറച്ച് പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ പൈസ, പിന്നെ എന്റെ കുറെ സ്വർണ്ണങ്ങളും അതിനകത്ത് ഇരിക്കുന്ന പറയാം. വീട്ടിൽ വെച്ചിട്ട് പോകാനൊരു മടി. കാരണം കള്ളന്മാരുടെ ശല്യം ഏറി വരുമല്ലേ, അതുകൊണ്ടാ ഇവിടെ ഏൽപ്പിച്ചെന്ന് പറയണം. ശരി, ആയിക്കോട്ടെ, നിങ്ങൾ പോയിട്ട് വരാനൊക്കെ പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി. പിന്നീട് അഞ്ജന എല്ലാരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പണപ്പെട്ടിയായിട്ട് അകത്തേക്ക് വരുവാണ്. ആ സമയത്ത് അഞ്ജനയുടെ മോൻ അപ്പു ഇങ്ങനെ കിടക്കണം. അപ്പുവിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, എടാ മോനെ, ഇങ്ങോട്ട് നോക്ക്, നമുക്ക് ഉപകാരം ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഇപ്പൊ ഉണ്ടെന്ന് പറയാം. ഇത് കേട്ട അപ്പു നോക്കുക മാത്രം ചെയ്തു. കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പണവും സ്വർണവും കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഇത്രയും പണം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പണത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ മോൻ അപ്പു, നിനക്ക് എഴുന്നേറ്റ് നടക്കാനായിട്ട് പറ്റുമായിരുന്നു. കാരണം ആ ഡൽഹി പോയി ആ സർജറി ഒക്കെ ചെയ്യുവാണെങ്കിൽ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും. എന്ത് ചെയ്യാനാന്ന് പറ. ഇനിയിപ്പൊ അതിന് സാധിക്കുമെന്ന് തോന്നില്ല. പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലവന്റെ കാശല്ലേ, നമുക്കെടുത്ത് വിനിയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ സമയം എന്തേലും ഒരു വഴി കാണിച്ചു തന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമായിരുന്നു. അന്ന് ഏത് സമയത്താണ് നിനക്ക് ആ പേരമേ വലിഞ്ഞു കയറാൻ തോന്നിയത്? അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ സംഭവിച്ചേ. കഴുത്തൊടിഞ്ഞ പോലെ നീ ഇവിടെ കിടക്കണേ. ശരീരം പോലും അനങ്ങാൻ പറ്റാത്ത, സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയെ കിടക്കണേ. ഇതൊക്കെ കണ്ടിട്ട് അമ്മയായി എനിക്ക് സഹിക്കുന്നില്ലടാ. പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിത് ഉതകത്തില്ലടാ മോനെ. ഇതാ രാധാമണി ചേച്ചി സൂക്ഷിക്കാൻ കൊണ്ട് തന്ന കള്ളന്മാരെ പേടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അലമാരിക്കകത്തേക്ക് കൊണ്ട് വെക്കുകയാണ്. അപ്പൊ നോക്കിക്കിടന്നല്ലാതെ അപ്പൊ ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഉണ്ണിമോള് ചോദിച്ചു, എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കാം. എന്നിട്ടെന്താ, എനിക്ക് ആ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. കണ്ണടയ്ക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം കണ്ണടച്ച് കഴിയുമ്പോഴത്തേനും എന്തൊരു ഒച്ച അനക്കം കേൾക്കുന്നുണ്ടോ എന്നൊരു പേടിയായിരുന്നു. കള്ളന്മാരെങ്ങാനും വരുന്നുണ്ടോ? കള്ളന്മാർക്കറിയാം പണം ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് എടുക്കാനായിട്ട് വരും. ആ ഒരു ഭയത്തോട് കൂടിയിട്ട് രാത്രി ഒരുപോലെ കണ്ണുറങ്ങാതെ ഞാൻ നേരം വെളുപ്പിച്ചെന്ന് പറയാണ്. എന്നിട്ട് ആ പണപ്പെട്ടി ആ ചേച്ചിക്ക് തിരിച്ചു കൊടുത്തോന്ന് ഉണ്ണിമോള് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പം അഞ്ജന വീണ്ടും പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ആ പണപ്പെട്ടി വാങ്ങാനായിട്ട് രാധാമണിയും അനിയനും ഗുരുവായൂർക്ക് പോയിട്ട് വന്നു. പിന്നീട് അവരോട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ യാത്രയൊക്കെ? നല്ലതായിരുന്നു. കുറെ കാലത്തെ ആഗ്രഹമായിരുന്നല്ലോ, അതുകൊണ്ട് അതങ്ങനെ അങ്ങോട്ട് സാധിച്ചെന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല നിന്റെ മോൻ അപ്പു എന്തെടുക്കുന്നു? അവനെ കണ്ടിട്ട് 2-3 ദിവസമായെന്ന് പറയണം. ഇത് കേട്ടപ്പോ അഞ്ജന പറഞ്ഞു, കുഴപ്പമില്ല, അവനോട് കിടക്കുന്നുണ്ടെന്ന് പറയണം. അല്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? ഏതൊരു ഡോക്ടറെ കാണുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് രാധാമണി അഞ്ജനയോട് ചോദിക്കണം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചേച്ചി. സർജറിക്ക് വേണ്ടിയിട്ട് 10-60 ലക്ഷം രൂപ വേണം. എവിടെ നിന്ന് ഉണ്ടാക്കാനാന്ന് പറ. ഈ വീട് സ്ഥലവും പണയം വെക്കാന്ന് പറഞ്ഞാല് പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കയറി കിടക്കാനൊരു സ്ഥലം വേണ്ടേ? അതുകൊണ്ട് മാത്രം എങ്ങനെയൊക്കെ. അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചേച്ചിക്ക് ഇപ്പൊ ആ പണവും സ്വർണ്ണം ആവശ്യമില്ലാത്തല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനകത്തൊന്ന് കുറച്ച് പൈസ തരുവാണെങ്കിലേ
ഞങ്ങൾ പിന്നീട് തിരിച്ചു തരാം. ചേച്ചിക്കറിയാലോ, ഞാൻ വീട്ടിൽ ഒറ്റ മോള. വേണുവേട്ടൻ്റെ കൂടെ ഇറങ്ങി പോകുന്നോണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഇരട്ടും എനിക്കൊന്നും തന്നിട്ടില്ല. പക്ഷെ അമ്മയുടെ കാലശേഷം എനിക്ക് അതല്ല എനിക്കുള്ളതാ. അപ്പൊ ആ സ്വത്തൊക്കെ വിറ്റിട്ടാണല്ലോ ശരി, ഞാന് ചേച്ചിക്ക് എന്റെ പണം തരാം. പക്ഷെ അതുവരെ എന്റെ അപ്പുമോൻ ഈ കിടപ്പ് കിടക്കുന്ന കേട്ട് എനിക്ക് പൈസ തരാമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാധാമണി, അയ്യോ അതെങ്ങനെയാ ശരിയാവുന്നേ അഞ്ജനെ, ഏട്ടനും കൂടെ ചോദിക്കണ്ടേ, ഏട്ടൻ സമ്മതിക്കുമെന്ന് അറിയില്ല എന്ന് പറയാം. അല്ല അത് പിന്നെ എന്റെ മോന്റെ അവസ്ഥ കണ്ട് ഞാൻ പറഞ്ഞ, എനിക്ക് മനസ്സിലാവും, നിന്റെ മോന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എന്ന് പറയാം. ഞാനൊന്ന് ആലോചിക്കട്ടെ, ചേട്ടനോട് ചോദിച്ചിട്ട് പറയാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജന അകത്തേക്ക് കയറി പോകുമ്പോ രാധമ്മയുടെ അനിയൻ പറഞ്ഞു, ഇത് ചേച്ചി വേണ്ട കേട്ടോ, വേണ്ടാത്ത കാര്യത്തിലൊന്നും വിടവിടാൻ പോണ്ട, പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണം. അതെ, അപ്പൂനെ കണ്ട് 2 ദിവസമായി, ഞാനൊന്ന് കണ്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാധാമണി അകത്തേക്ക് കയറി ചെല്ലുവാണ്. പിന്നീട് അപ്പൂന്റെ അടുത്ത് എന്നിട്ട് അപ്പൂനെ എന്തൊക്കെയാണ്ട വിശേഷം, നിനക്ക് സുഖാണെന്നൊക്കെ ചോദിക്കുക. അപ്പു ഇങ്ങനെ നോക്കി കിടക്കുക മാത്രം ചെയ്തേ. പിന്നീട് പറഞ്ഞു, എങ്ങനെ ഓടിച്ചാടി നടന്ന കൊട്ടിയാ, എല്ലാം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചല്ലേ, പാവം അതിന്റെ കിടപ്പ് കണ്ട് സഹിക്കുന്നില്ല എന്നൊക്കെ പറയണം. ആ സമയം രാധാമണിയുടെ അനിയൻ പറഞ്ഞു, ചേച്ചി സമയം പോന്നു, നമുക്ക് പോയാലെന്ന് ചോദിക്കാം. അന്ന് അഞ്ജനെ ആ പെട്ടി ഇങ്ങ് എടുത്ത് തന്നേക്കാൻ പറയണം. അങ്ങനെ അഞ്ജന അവിടെ എല്ലാം പെട്ടി നോക്കണം. എടുത്തു വെച്ചിരുന്നിടത്തൊന്നും പെട്ടിയില്ല, അലമാരിക്കകത്ത് പെട്ടി കാണുന്നില്ല. പിന്നീട് ചെന്താ അഞ്ജന, എന്താ കാര്യം, പെട്ടി കാണുന്നില്ലേ ചേച്ചി എന്ന് പറയണ. കാണുന്നില്ലേ, നീ ഒന്നുകൂടെ നോക്കാൻ പറയണം. വെച്ചെടുത്തെല്ലാം നോക്കി, പെട്ടി കാണുന്നില്ല. ഓഹോ, അപ്പൊ നീ മനഃപൂർവ്വം അല്ലേ, അപ്പൊ എന്നോട് പൈസ ചോദിച്ചു ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ. നീ കള്ളിയാടി, നീ എന്റെ പൈസ അടിച്ചു മാറ്റിയല്ലേന്ന് ചോദിക്കാം. സത്യമായിട്ടും ഇല്ല ചേച്ചി, ഞാൻ അടിച്ചു മാറ്റിയില്ലെന്ന് പറയാം. ആ സമയം രാധാമണിയുടെ അനിയൻ പറഞ്ഞു, ഇവര് കള്ളം പറയുന്ന, ഇവരുടെ മുഖം കണ്ടറിയാം കള്ളം പറയുന്നാന്ന്. ഇവരാ പൈസ അടിച്ചു മാറ്റിയതാ ഇവരുടെ മോനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. അഞ്ജന പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. വേണ്ടേ, നീ അതിൽ കൂടുതൽ ആഹൊന്നും അടിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഞാൻ പോലീസിനെ വിളിച്ചോളാന്ന് പറയണം എന്നും പറഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഉണ്ണിമോളി ചോദിച്ചു, എന്നിട്ട് ആ പെട്ടി കിട്ടിയോ, എന്താ സംഭവിച്ചേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അഞ്ജന പറഞ്ഞു, പെട്ടി കിട്ടിയെന്ന് പറയാണ്. ഒരു കുഴപ്പം കൂടാതെ പെട്ടി കിട്ടി, അതിനകത്തുള്ള വസ്തുക്കളെല്ലാം കിട്ടിയെന്നും പറയാണ്. പിന്നീടാണ് അഞ്ജന പറയുന്നത്, അങ്ങനെ അവസാനം ഇവര് പോലീസിനെ കൂട്ടി വരുവാണ്. രാധാമണിയുടെ അനിയനും കൂടെ. എന്നിട്ട് പോലീസ് വന്നിട്ട് അഞ്ജനോട് ചോദ്യം ചെയ്യുവാണ്. അഞ്ജനോട് സത്യം പറ, നിങ്ങളല്ലേ ഇത് എടുത്തേന്ന് ചോദിക്കുക. ഇല്ല സാറേ, എന്റെ മോന്റെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് പണം വേണമായിരുന്നു, പക്ഷെ ഞാൻ ആ പണം എടുത്തിട്ടില്ലെന്ന് പറയാം. സത്യം പറയാണ് നിനക്ക് നല്ലത്. പിന്നെ എന്താ ഇവിടെ ആവിയായി പോയോ? അല്ല, നിങ്ങളുടെ കയ്യിൽ ആ പെട്ടി ഏൽപ്പിച്ചെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? അതെ, രാധാമണി ചേച്ചി എന്റെ കയ്യിൽ പെട്ടി ഏൽപ്പിച്ച, അത് നിങ്ങൾ സംഭവിച്ചല്ലോ. ആ സംഭവിച്ചു സാറേ എന്ന് പറയാം. പിന്നെ ഈ വീട്ടിലൊരു കള്ളന്മാര് വന്നിട്ടില്ല, ശരി, ആരും വന്നിട്ടില്ല, പുറത്തൊന്നും ഒരാൾ പോലും വന്നിട്ടില്ല. പിന്നെന്താ പെട്ടി എന്താ ആവിയായി പോയെന്ന് ചോദിക്കാം. അതെനിക്ക് അറിയില്ല സാറേ എന്ന് പറയാം. കൂടുതലൊന്നും പറയണ്ട, ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പറയാണ്. ഈ വീട്ടിൽ ആരൊക്കെയാ താമസം ഉണ്ടെന്ന് പറയണേ. ഞാനും ഉണ്ട്, എന്റെ ഭർത്താവിന്റെ അനിയനുണ്ട്, എന്റെ മോൻ അപ്പു ഉണ്ടെന്ന് പറയണം. അന്ന് അനിയനെ അങ്ങോട്ട് വിളിക്കാൻ പറയാം. അപ്പത്തേനും ഉണ്ണി അങ്ങോട്ടേക്ക് വന്നു. സത്യം പറയടാ, നീ അല്ല പണം മോഷ്ടിച്ചെന്ന് ചോദിക്കും. ഇല്ല സാറേ, നിനക്ക് എന്താ ജോലി? ജോലിയൊന്നുമല്ല, ഞാനൊരു ബിസിനസ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കാം. ഓഹോ, അപ്പൊ അങ്ങനെ വരട്ടെ, ബിസിനസ്സിന് വേണ്ടിയിട്ട് പണം വേണം, അപ്പൊ അതിനുവേണ്ടി നീ മോഷ്ടിച്ചല്ലടാന്ന് ചോദിക്കും. സാറേ, അങ്ങനെ ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് പറയണം. ഇങ്ങോട്ട് വാടാ, നിന്നെ ശരിക്കും ഞാനും ചോദ്യം ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ആ പോലീസുകാരനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് അഞ്ജന പറഞ്ഞു, സാറേ അവനെ വെറുതെ വിട്, അവൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാം. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? അല്ല പിന്നെ സാറേ, അവനങ്ങനെ മോഷ്ടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. അന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ പെങ്ങളെ? ഇവനാണെങ്കിലോ ചിലപ്പോൾ മോഷ്ടിച്ച ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല. ചോദ്യം ചെയ്യട്ടെ എന്ന് പറയണം. വേണ്ട സാറേ, അവനെ ചോദ്യം ചെയ്യണ്ട, അവൻ ചെയ്യത്തില്ല എന്ന് പറയണം. അപ്പോഴേക്കുമാണ് അഞ്ജനയുടെ ഭർത്താവ് അങ്ങോട്ട് ഇറങ്ങിയിരുന്നത്. നിങ്ങളാരാ? ഞാൻ വേണു, അഞ്ജനയുടെ ഭർത്താവാ. അപ്പൊ അഞ്ജനയുടെ ഭർത്താവ് അവിടെ ഇല്ല. അഞ്ജനയുടെ ഭർത്താവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലോ. അത് പിന്നെ സാറേ, അഞ്ജന എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇങ്ങനെ പണപ്പെട്ടി മോഷണം പോയെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അല്ല സത്യം പറയാഞ്ഞെ, നിങ്ങളുടെ ഭർത്താവിനെ കൂട്ടുപിടിച്ചാണെന്ന് ചോദിക്കും. ഇല്ല സാറേ, ഞാൻ കൂട്ടുപിടിച്ചിട്ടില്ലെന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യാം, ഇവരങ്ങോട്ട് ജീപ്പിലേക്ക് കയറ്റ, ഈ അഞ്ജന മാഡത്തിനെ അങ്ങോട്ട് ചോദിക്കേണ്ട രീതി ചോദിച്ചിട്ടുണ്ട്, അവര് സത്യം മണിമണി പോലെ പറയൂന്ന് പറയണം. അപ്പോഴേക്കും വേണു അടുക്കിലേക്ക് ഏർപ്പെടുന്നു. സാറേ, ഞാൻ ആ പണപ്പെട്ടി മോഷ്ടിച്ചെന്ന് പറയണം. നീയോ? അതെ, ഞാനാ സാറേ പണപ്പെട്ടി മോഷ്ടിച്ചേ, എന്റെ മോൻ അപ്പുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയണം. അന്ന് എവിടെയാടാ പണപ്പെട്ടി എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്തും മറുപടി പറയാനെന്ന് അറിയില്ലാതെ വേണു നിൽക്കുകയാണ്. ആ സമയം അഞ്ജന പറഞ്ഞു, അത് സാറേ വേണുവേട്ടൻ വെറുതെ പറയുന്ന, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പണപ്പെട്ടി കാണുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇന്നാ സാറേ വേണുവേട്ടൻ വന്നത് തന്നെ, അതുകൊണ്ട് വേണുവേട്ടനെ കുറ്റക്കാരനാക്കല്ലേന്ന് പറയണം. പോലീസുകാർ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.